ഈഷയും പോയി കഴിയുമ്പോൾ ദേവബാല വന്നിട്ട് ആ കാറിൻ്റെ ശബ്ദം കേട്ടിട്ട് ഇവിടെ ആരോ വന്നിരുന്നു, ഞാൻ പറഞ്ഞതല്ലേ അച്ഛനോട് ഇത് ആരോ വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഗായത്രി ദേവിയോട് അമ്മയോട് ചോദിക്കുകയാണ്. അപ്പോൾ അമ്മ പറയുന്നുണ്ട്, അത് മോളെ പഞ്ചായത്തിൽ നിന്ന് സെൻസസ് എടുക്കാൻ വേണ്ടി വന്നതാ, മോൾ ഇതിൽ കുറച്ച് കൂടുതൽ ആലോചിച്ച് തല പുണ്ണാക്കാതെ എണ്ണയൊക്കെ പെറ്റി നിൽക്കുന്നതല്ലേ, വേഗം പോയി കുളിക്കാൻ നോക്ക്, അല്ലെങ്കിൽ തലയിൽ നീരിറങ്ങും എന്നൊക്കെ പറഞ്ഞിട്ട് ദേവബാലയെ വേണ്ടത് തന്നെ അവിടെ നിന്ന് മാറ്റുകയാണ്. ദേവബാല ചോദിക്കുന്ന അഭി എന്തെന്ന് ചോദിക്കുമ്പോൾ അത് ഓഫീസിലേക്ക് പോയെന്നും പറയുകയാണ്. അതിന് ശേഷം കാണിക്കുന്നത് ഇഷയുടെ വീടാണ്. ഇഷയുടെ വീട്ടിൽ ബർത്ത്ഡേ സെലിബ്രേഷനാണ്. അപ്പോൾ അഭിയും അച്ഛനും ഈഷയും എല്ലാവരും കൂടി അവിടെ കട്ട് ചെയ്യുകയാണ് കേക്ക്. കട്ട് ചെയ്തിട്ട് ആദ്യത്തെ പീസ് തന്നെ അച്ഛൻ്റെ വായിൽ വെച്ച് കൊടുക്കുന്നു ഈഷ. ശേഷം അടുത്ത പീസ് അഭിയുടെ വയലും വെച്ച് കൊടുത്ത് അങ്ങനെ എല്ലാവരും കൂടി വളരെ സന്തോഷപൂർവ്വം തന്നെ കേക്ക് മുറിക്കലൊക്കെ നടത്തുകയാണ്. അതിനുശേഷം അച്ഛൻ ഇഷയ്ക്ക് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു ഡയമണ്ടിൻ്റെ നെക്ലസ് കൊടുക്കുകയാണ്. അപ്പോൾ ഇഷ പറയുന്നത് എന്തിനാ അച്ഛൻ ഇതൊക്കെ വാങ്ങിക്കാൻ പോയി എന്ന് പറയും. മോൾ ഒരിക്കൽ പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട്, മോൾക്ക് ഡയമണ്ടിൻ്റെ നെക്ലസ് വേണം, ഒരു മാല വേണമെന്നൊക്കെ പറഞ്ഞത്, അത് ഞാൻ തമാശയ്ക്ക് പറഞ്ഞതാണെന്ന് പറയുകയാണ്. അതെന്തെങ്കിലും ആയിക്കോട്ടെ, മോളുടെ സന്തോഷമല്ലേ അച്ഛൻ്റെ സന്തോഷം എന്ന് പറഞ്ഞത് കൊടുക്കുകയാണ്. അതിനുശേഷം എനിക്കിനി മുതൽ നിങ്ങൾ രണ്ടുപേരും ഒരുപോലെ തന്നെയാണ്, ഇഷ മോളെ പോലെ തന്നെയാണ് എനിക്ക് അഭിയും, 2 മക്കളാണ് എനിക്ക്, അതുകൊണ്ട് തന്നെ ഒരാൾക്ക് മാത്രമായിട്ട് ഗിഫ്റ്റ് മേടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ അഭിക്ക് വേണ്ടി വാങ്ങിയ ഒരു ചെയിൻ അഭിയുടെ കയ്യിൽ കെട്ടിക്കൊടുക്കുകയാണ് അച്ഛൻ. അതിനുശേഷം പറയുകയാണ്, നിങ്ങൾ രണ്ടുപേരും കൂടി വേണം ഇനിയുള്ള കാലം നമ്മുടെ കമ്പനി മുന്നോട്ട് നയിക്കാൻ, ഞാനല്ല നിങ്ങൾക്ക് രണ്ടുപേരുടെയും പേരിൽ ഹാൻഡ് ഓവർ ചെയ്യുകയാണ്, ഇനിയുള്ള കാലം ഞാൻ വിശ്രമിക്കാൻ പോവുകയാണെന്നൊക്കെ അച്ഛൻ പറയുകയാണ്. അപ്പോൾ അത് കേൾക്കുമ്പോൾ ഇഷ പറയുകയാണ്, ഞങ്ങൾ രണ്ടുപേരും കട്ട സപ്പോർട്ടായിട്ട് അച്ഛൻ്റെ കൂടെ തന്നെ ഉണ്ടായിരിക്കും, അതിലൊരു സംശയം വേണ്ട, പക്ഷേ വിശ്രമകാലത്തിനുള്ള സമയമൊന്നും ആയിട്ടില്ല, നോക്കുന്നത് പോലെ തന്നെ എല്ലാ ബിസിനസ്സും അച്ഛൻ തന്നെ നോക്കണം, ഞങ്ങൾ കൂടെ ഉണ്ടായിരിക്കും എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ അച്ഛനും എല്ലാം നിങ്ങളുടെ ഇഷ്ടം പോലെ തന്നെ ആവട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവർ ഫുഡ് കഴിക്കാനൊക്കെ വേണ്ടിയിട്ട് പോവുകയാണ്. ശേഷം കാണിക്കുന്നത് നമ്മുടെ അഭിയുടെ വീടാണ്. അഭിയുടെ വീട്ടിൽ ദേവബാല അടുക്കളയിൽ യൂട്യൂബ് നോക്കി പാചകം ചെയ്യുകയാണ്. അപ്പോൾ ഗായത്രി ദേവി അഭിയുടെ അമ്മ വന്നിട്ട് ഇത് കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. മലയുടെ കുക്കിങ്ങൊക്കെ വളരെ ആസ്വദിച്ച് നിൽക്കുകയാണ് അമ്മ. അപ്പോൾ ചോദിക്കുന്നുണ്ട്, ഇന്നുമുണ്ട് മോൾക്ക് യൂട്യൂബ് നോക്കി പ്രിപ്പറേഷൻ എന്ന് ചോദിക്കുമ്പോൾ ഇന്നലത്തെ പോലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അല്ല, ഇന്ന് ഞാൻ ചോറും കറികളും ഒക്കെയാണ് ഉണ്ടാക്കുന്നത്, ഇതെല്ലാം ഉണ്ടാക്കിയിട്ട് വേണം എനിക്ക് അഭിക്ക് കൊണ്ടുപോയി കൊടുക്കാൻ, അഭിയേട്ടനെ കൊണ്ടുപോയി കൊടുക്കാൻ എന്ന് പറയുകയാണ്. അതെങ്ങനെ കൊണ്ടുപോയി കൊടുക്കും എന്ന് ചോദിക്കുമ്പോൾ ഞാനൊരു ഓട്ടോ വിളിച്ചിട്ട് അങ്ങ് കൊണ്ടുപോയി കൊടുക്കും എന്ന് പറയുകയാണ്. മോൾക്ക് അറിയില്ല, അവൻ അങ്ങനെ നമ്മൾ കൊണ്ടുപോകുന്ന ഫുഡ്, വീട്ടിലെ ഫുഡൊന്നും അവൻ കഴിക്കില്ല, ഓഫീസിലിരുന്ന് അവൻ പുറത്തുനിന്ന് ഹോട്ടൽ ഭക്ഷണമേ കഴിക്കുള്ളൂ എന്ന് പറയുമ്പോൾ അതൊന്നും നീ പറഞ്ഞാൽ നടക്കില്ല, അതിൻ്റെ ക്ഷീണം കാണുന്നുണ്ട്, അഭിയേട്ടന് നല്ല ക്ഷീണമുണ്ട്, അതുകൊണ്ട് തന്നെ ഇനി അതൊന്നും സമ്മതിച്ച് കൊടുക്കില്ല, ഞാൻ പിടിച്ച പിടി എല്ലാം സ്ട്രിക്റ്റ് ആക്കാൻ പോവുകയാണ്, ഇത് കൊണ്ടുപോയി കൊടുത്തിട്ട് കഴിച്ചില്ലെങ്കിൽ ഞാൻ അവിടെ ഇരുത്തി കഴിപ്പിക്കും, പേടിക്കേണ്ട, എനിക്ക് അഭിയുടെ ഓഫീസ് അഡ്രസ്സൊക്കെ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് അതോർത്ത് പേടിക്കേണ്ട, ഞാൻ കൃത്യമായിട്ട് തന്നെ കൊണ്ടുപോയി കൊടുക്കും എന്നൊക്കെ പറയുകയാണ്. സമയം അഭിയുടെ ഓഫീസിൽ സോഹനുമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സോഹൻ പറയുന്നുണ്ട്, നിൻ്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ടെൻഷൻ അടിച്ച് മരിച്ചതിനെ, അങ്ങനെ പെട്ടെന്ന് ഇഷ വീട്ടിൽ കയറി വന്നപ്പോൾ ദേവബാലയും ആ വീട്ടിലുണ്ടായിരുന്നല്ലോ, എനിക്കത് ഓർക്കാൻ പോലും പറ്റുന്നില്ല, അവർ തമ്മിൽ കണ്ടിരുന്നെങ്കിലോ, നിന്നെ ഞാൻ സമ്മതിച്ചിരുന്നു, നീ അത് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തു എന്നൊക്കെ ചോദിക്കണം. അഡ്ജസ്റ്റ് ചെയ്തതല്ല, എന്തോ ഭാഗ്യം കൊണ്ട് തന്നെ രക്ഷപ്പെട്ടു പോയതാണ്, എനിക്ക് ഓർക്കാൻ പോലും പറ്റുന്നില്ല, അവർ തമ്മിൽ കാണുന്ന നിമിഷം എനിക്കത് സങ്കല്പിക്കാൻ പോലും കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ സോഹനും പറയുകയാണ്, ശരിയാണ്, അത് അവർ തമ്മിൽ കണ്ടു കഴിഞ്ഞാൽ അതൊരു ആയിട്ട് ചതിയായിട്ടൊക്കെ എല്ലാവർക്കും തോന്നുകയുള്ളൂ, കാരണം എനിക്കും നിൻ്റെ അമ്മയ്ക്കും എല്ലാവർക്കും അക്സെപ്റ്റ് ചെയ്തതുപോലെ ഇതൊരു താൽക്കാലിക ദേവബാലയുടെ അസുഖം മാറാൻ വേണ്ടി മാത്രം കല്യാണം നടത്തിയതാണെന്ന് ആർക്കും മനസ്സിലാവില്ല, നമുക്കൊരു കാര്യം ചെയ്താലോ, ദേവരാജൻ മാഷിനെ ഇഷയുടെ അച്ഛനെ പരിചയപ്പെടുത്തി കൊടുത്ത് കാര്യങ്ങൾ പറഞ്ഞാലോ എന്ന് പറയുകയാണ്. പക്ഷെ അതൊന്നും നടക്കുന്ന കാര്യമല്ലെന്ന് അപ്പോൾ നമ്മുടെ അഭി പറയുകയാണ്, കാരണം അത് പരിചയപ്പെടുത്തുന്നതൊന്നും അല്ല വിഷയം, ഇത് അറിഞ്ഞതിന് ശേഷം ദേവബാലയുടെ കഴുത്തിൽ കിടന്ന താലി അതെപ്പോഴൊരു പ്രശ്നം തന്നെയാണ്, അതൊരിക്കലും ഇഷയ്ക്കോ ഇഷയുടെ അച്ഛനോ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുകയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം കാണിക്കുന്നത് വീണ്ടും ഭക്ഷണമെല്ലാം പാക്ക് ചെയ്ത് ദേവബാല ഇറങ്ങുകയാണ്. അപ്പോൾ അമ്മ പറയാവുന്ന അത്രയും പറയുന്നുണ്ട്, മോളെ പോകല്ലേ, അവൻ കഴിക്കില്ല എന്നൊക്കെ. അപ്പോൾ ദേവരാജൻ മാഷ് അത് അറിയുകയാണ്. ദേവരാജൻ മാഷിനോട് ഗായത്രി ദേവി പറയുകയാണ്, മോളിങ്ങനെ പോകാൻ പോവുകയാണ്. അപ്പോൾ ദേവരാജൻ മാഷ് വേഗം തന്നെ വേറൊരു ഐഡിയ പ്രയോഗിക്കുകയാണ്, മോളെ അവൻ അവിടെ ഇല്ല, സ്ഥലത്തില്ല, അവൻ കൊല്ലത്തേക്കായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയുമ്പോൾ ഞാൻ അച്ഛനെ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കില്ല എന്ന് പറയുകയാണ്. ഞാൻ ഒന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറയുമ്പോൾ വിളിച്ചിട്ട് കാര്യമില്ല, സ്വിച്ച് ഓഫ് ആണ്, ഞാനിപ്പോൾ വിളിച്ച് നോക്കിയിരുന്നു എന്ന് പറയുന്നു. അങ്ങനെ തടസ്സപ്പെടുത്തുകയാണ്. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ ഇഷയുടെ അച്ഛൻ വന്നിട്ട് വെഡിങ്ങിനായിട്ടുള്ള കാർഡെല്ലാം സെലക്ട് ചെയ്യാൻ കൊടുക്കുകയാണ്. അപ്പോൾ വീഡിയോ കോൾ വിളിക്കുകയാണ് അച്ഛനും ഇഷയും കൂടി നമ്മുടെ അഭിഷേകിനെ. ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ പെട്ടെന്ന് ദേവബാല ആ റൂമിലേക്ക് വരുന്നു. അത് കണ്ട് അഭിഷേക് പെട്ടെന്ന് തന്നെ നേരിട്ട് കണ്ട് അഭിപ്രായം പറയുന്നതിന് ഫോൺ കട്ട് ചെയ്യുകയാണ്. ശേഷം ദേവബാല ഒരു ഷർട്ട് കൊണ്ടുവന്നിട്ട് ഇതിട്ടുണ്ട് പോയാൽ മതി എന്നൊക്കെ പറയുമ്പോൾ നീ എൻ്റെ കാര്യത്തിൽ ഇടപെടണ്ടെന്ന് തീർത്ത് പറയുകയാണ്. പിന്നെ ആരാ, ഞാനല്ലേ ഇതൊക്കെ ഇടപെടേണ്ടതെന്ന് പറഞ്ഞിട്ട് അത് ഉരിച്ചിടിക്കാനൊക്കെ നോക്കുമ്പോൾ അത് ഇഷ്ടപ്പെടുന്നില്ല. അതിനുശേഷം ഈ നാണമെല്ലാം ഞാൻ മാറ്റിത്തരാമെന്ന് പറഞ്ഞിട്ട് ദേവബാല ആ റൂമിൽ നിന്ന് പോവുകയാണ്.